അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ ചർച്ച ഒരു തങ്ങളുകുട്ടി ബീവി, പാണക്കാട് കുടുംബത്തിലെ ഒരു ബീവിക്കുട്ടിനോട് അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ചോദ്യം ചോദിച്ച റഹാബി ആ ബീവിക്കുട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി, അതിനെന്താ ഇല്ലാണ്ടാക്കാൻ വേണ്ടി എന്തോ ഒരു കുൽസിത ശ്രമം നടത്തിയതാണ്. ജനങ്ങളെ മുന്നിൽ അതിനെ വലിച്ചിഴക്കാൻ വേണ്ടി. ഒന്നാമത് സ്ത്രീ ആ കുട്ടിയെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയതും പബ്ലിക്കായിട്ട് അതിനൊന്നും കുറിച്ച് ഞാൻ പറയണില്ല. പിന്നെ ആ കുട്ടിക്ക് വേണ്ടത്ര മതവിദ്യാഭ്യാസം കൊടുത്തില്ല, ഭൗതികം നന്നായി കൊടുത്തു, മറ്റത് കൊടുത്തില്ല, അതിനെക്കുറിച്ചും ഞാൻ പറയണില്ല. അതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊരഭിപ്രായം എനിക്കുണ്ട്, നിരൂപണം. പക്ഷെ ആ കുട്ടിനെ മുന്നിലിരുത്തിക്കൊണ്ട് ഇവൻ ചോദിച്ച ചോദ്യം വളരെ മോശമായിപ്പോയി. ഒരിക്കലും പാടില്ലാത്തതാണ്. അത് ചോദിക്കേണ്ടവരോട് ചോദിക്കുക എന്നല്ലാതെ ആ കുട്ടിനെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ആ കാപഢ്യം എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഉത്തമമായ കുടുംബം, അഹ്ലുബൈത്തിൽപ്പെട്ടൊരു കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് അവൻ നടത്തിയെന്ന് ഉറപ്പാണ്. സത്യത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ലെന്ന് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഖുർആൻ ഒരിടത്ത് പോലും സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവർ ഓതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച പള്ളിക്ക് വിളിച്ച ഞങ്ങളൊക്കെ പോകണം. അപ്പോൾ സത്യവിശ്വാസികൾ പെണ്ണുങ്ങൾ പെടൂലേന്നാ. ഇത്ര വിവരമില്ലാത്ത വിഭാഗമായി പോയല്ലോ ഇവർ. യാ അയ്യുഹല്ലദീന, ഗ്രാമർ അറിയാത്തതുകൊണ്ടാണ്. ഇവന് നെഹവും സർഫൊന്നും പഠിക്കാത്ത, നേരെ എന്തൊക്കെയോ വായിച്ച് പഠിച്ചല്ലേ, അത്രയല്ലേ ഉള്ളൂ. യാ അയ്യുഹല്ലദീന ആമനു, ആമന ആമന ആമനു. മീസാനെങ്കിലും ഒന്ന് നോക്കിക്കൂടായിരുന്നില്ലേ? സത്യവിശ്വാസികളായ പുരുഷന്മാരെ, നിങ്ങളെ വെള്ളിയാഴ്ച പള്ളിക്ക് വിളിച്ചാൽ ഉടനെ പെട്ടെന്ന് പോണേ, ബിസിനസ്സൊക്കെ നിർത്തി വെക്കണം. ബിസിനസ്സൊക്കെ പുരുഷന്മാരല്ലേ, ബിസിനസ്സൊക്കെ നിർത്തി വെച്ചിട്ട് വേഗം പള്ളിയിൽ പോകണം. പുരുഷന്മാരോടാണ് പറഞ്ഞിരിക്കണത്. അതുപോലെ തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നക്കഅ്തുമുൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായ പുരുഷന്മാരെ, നിങ്ങൾ മുഅ്മിനായ പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്താൽ. അവിടെ എങ്ങനെ പെണ്ണ് പെടുക? മുഅ്മിനായ പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോടാണ് പറഞ്ഞത്. അപ്പോഴുള്ള സംശയം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ് സിയാം, സത്യവിശ്വാസികളായ പുരുഷന്മാരെ, നിങ്ങൾ വെള്ളിയാഴ്ച പിന്നെ റമദാൻ വന്നാൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അപ്പോൾ പെണ്ണുങ്ങൾ വേണ്ടേ? വേണം. ഫമൻ ഷഹീദ, അവിടെയാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണേ. ഖുർആൻ പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ ഡിക്ഷണറി നോക്കി വായിച്ച് പഠിച്ച പെട്ടുപോണതാണത്. ഫമൻ ഷഹീദ, മൻ എന്നത് ബുദ്ധിയുള്ള എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ്. ആരെങ്കിലും റമദാനിൽ ബുദ്ധിയുള്ളവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെ. അവിടെ പെണ്ണും ആണും പെടും. ഇതൊന്നും പഠിക്കാതെ ഈ പാവങ്ങൾ 4 പുസ്തകം വായിച്ചിട്ട് ആരോ എഴുതി കൊടുത്ത വാറോലും വെച്ചിട്ട് സ്റ്റേജിന്മേൽ കയറിയിട്ട് എന്തൊക്കെയോ പറയാണ്. അതിലൊരുത്തൻ പറയുന്നുണ്ട്, പിന്നെ സ്ത്രീകൾ ബുയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന എന്ന് പറയുന്നത് മറ്റാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകാം, അതിന് തടസ്സമല്ല. പക്ഷേ ജമാഅത്തിന് വേണ്ടി സ്ത്രീകൾക്ക് പള്ളിയിൽ പോകേണ്ടതില്ല. അവർക്ക് വീടാണ് ഉത്തമം. അത് മനസ്സിലാക്കണം ആദ്യം. നേരെ മറിച്ച് മക്കയിൽ ഹറമിലേക്ക് പോകണം, തവാഫ് ചെയ്യണമെങ്കിൽ പള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകണം. തവാഫ് അവർ ചെയ്യണമെങ്കിൽ പള്ളിയിലേക്ക് പോകാം, അത് നിയമമാണ്. സിയാറത്ത് ചെയ്യണമെങ്കിൽ മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് പോകണം, അതിനും നിയമമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് ജുമാക്കോ ജമാഅത്തിനോ ഏത് ഹറമിലായാലും പോകേണ്ടതില്ല. ഇത് നിയമമാണ്. റസൂലുള്ള പറഞ്ഞ മദീനത്തെ പള്ളിയിൽ മക്കത്തെ പള്ളിയിൽ നിയമം തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ പള്ളിയുടെ നിയമമല്ലല്ലോ. നിങ്ങൾക്ക് വീടാണ് ഉത്തമം, വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. പിന്നെ എന്തിനാണ് ഈ സ്ത്രീകളെ കൊണ്ടുവരേണ്ടതാവും? സ്ത്രീകളെ കൊണ്ടുവന്ന ആദ്യമായിട്ട് തൊടുപുഴയിലൊരു വഹാബി പള്ളി ഉണ്ടാക്കി. ആ വഹാബി പള്ളിയിലുണ്ടാക്കി സ്ത്രീകൾ ആദ്യമായി കേരളത്തിൽ സ്ത്രീകളെ പള്ളിയിൽ പോയ പള്ളി, ഖുത്ബ ആദ്യമായി മലയാളത്തിൽ ഓതിയ പള്ളി,
വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു നിലമ്പൂർ വതായിൽ. അവരാണത്ര ആദ്യമായിട്ട് പള്ളിയിൽ പോയ പെണ്ണ്. ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കി തീർക്കണത്? ഇസ്ലാം പറഞ്ഞ നിയമത്തിൽ അവിടെ നിന്നൂടെ? സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഒരു ചില മാനദണ്ഡങ്ങളുണ്ട്, അവർ ചില ദൗർബല്യങ്ങളുണ്ട്. അതൊന്നും ജനങ്ങളെ മുന്നിൽ പബ്ലിക്കാക്കാൻ പറ്റിയതല്ല. അവർക്ക് പൂർണ്ണ സംരക്ഷണമാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞത്. അവർ വീട്ടിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചോട്ടെ, അവർ പള്ളിയിൽ കറക്കണ്ട. അവർക്ക് ജമായത്ത് പള്ളി ജുമായ വേണ്ട, അവർ വെള്ളിയച്ചു നിസ്കരിച്ചാൽ മതി. അവർക്കതാണ് ഉത്തമം. അവർ വീട്ടിൽ നിസ്കരിച്ചോട്ടെ. ഇതൊക്കെ അവരോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാൽ പറ്റൂല. പുറത്തിറക്കണം. ക്രിസ്ത്യാനികൾ പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകണോ, അതിന് പുരുഷന്മാരും മുസ്ലിങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ടുപോകണം. അതാണ് സ്വാതന്ത്ര്യത്തിന്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയണം. ഏതായിരുന്നാലും ആ ബീവി കുട്ടിയോട് ചോദിച്ച ആ ചോദ്യകർത്താവാണ് ഏറ്റവും അപകടകാരി. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു.